ഹായ്. അപ്പൊ ഇന്ന് ഋഷൂട്ടന്റെ പിറന്നാളാന്ന്. അപ്പൊ ഇതാ ഇപ്പൊ സന്ധ്യക്കാന്ന് കേക്ക് മുറിയല്ല. അപ്പൊ അതിലിടക്ക് നമ്മളൊന്ന് കോസ്റ്റ്യൂമെല്ലാം ഇട്ടിട്ട് ചെറിയൊരു മേക്കപ്പ് എന്ന് പറയാൻ കഴിയില്ല, എന്നാലും എങ്ങനെയാന്നൊരു പിടുത്തമില്ല, പക്ഷെ കറക്റ്റ് ആയിട്ട് റെഡ് എടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മളെ കോസ്റ്റ്യൂം കേട്ടാ. നമ്മള് രണ്ടാളെ ആയില്ലേ, ഇനി മാമനും ഋത്തിക്കും ഋഷിക്കും എല്ലാം വരാനുണ്ട്. ഇത് കവിന്റെ വേറെ തന്നെ ഒരു ഇതാണ് കേട്ടാ. അനൂട്ടിയത് വേറെ തന്നെ ഒരു സംഭവം. ഞാൻ ആദ്യം വെച്ച രണ്ടും ഒരുപോലെ എന്നാണ്. അല്ല, ഡിസൈൻ മാറ്റി നമ്മള് വേറെ വേറെ മാറ്റി, കളർ ഒന്നല്ലേ. ഇതൊരു റെഡ് പോലത്തെ ഒരു കുറച്ചൊരു മാറ്റമുള്ള കളറാണ്. പക്ഷെ മൊബൈലിൽ കാണുമ്പോ ഒരു റെഡാ കാണുന്നത്. മുത്തടിക്കുന്നില്ല, തലക്കടിക്കും. ആദ്യം രണ്ടൊരു കോമഡിക്ക് രണ്ടാളും ചിരിച്ചു. താങ്ക് യു. അപ്പൊ നമുക്കില്ലേ, അപ്പൊ ബർത്ത്ഡേ ആണ് നമ്മളെ ഋഷിക്കിന്റെ 1ാമത്തെ ബർത്ത്ഡേ ആണ്. അതിന് നമ്മൾ വന്നിരിക്കുന്നവരെ ധർമ്മശാലക്കുള്ള വൈദേഹം റിസോർട്ടിലാണ് നമ്മൾ ചെറിയൊരു പരിപാടി. അപ്പൊ ഇങ്ങോട്ടേക്ക് വന്നു, ഇവർ ഇങ്ങോട്ട് ക്ഷണിച്ചിങ്ങോട്ട് വന്നു. നമ്മളെല്ലാവരും ഉണ്ട്, എല്ലാവരും അപ്പുറപ്പുറമായിട്ടുണ്ട്. ഇവർ രണ്ടാളത്ത് വന്ന് മേക്കപ്പ് ചെയ്യുന്നത്. മേക്കപ്പ് ചെയ്യാൻ വന്നിരിക്കുന്ന ആള് ഇങ്ങോട്ട് എൻട്രി ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് കുറച്ച് സന്തോഷം അധികം ഉണ്ട് കേട്ടോ. കർണാടക മാത്രം സംസാരിക്കും. ഹായ് ഹായ്, പേര് പറയൂ. ഫിയ മേക്ക് ഓവർ അല്ലേ? ആരെങ്കിലും മേക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഫിയ മേക്ക് ഓവർ. ഇൻസ്റ്റാഗ്രാം അല്ലേ എന്റെ ഇത്? ഫിയ മേക്ക് ഓവർ, FIYA മേക്ക് ഓവർ അടിച്ചാലും മതി. അപ്പൊ വരും. അപ്പൊ കവി, നീ അവരുടെ അടുത്ത് മലയാളം പറയുന്നത് ശരിയല്ല. കൊടകിലെവിടെയാന്ന് വീട് പറഞ്ഞേ? വിരാജ്പേട്ട. ഇവരൊരു നമ്മളെ ഇതിനകത്തേക്ക് നമ്പറിൽ മെസ്സേജ് അയച്ചു, ഇങ്ങനെ പരിപാടി ഉണ്ടല്ലോ കവിനെന്ന്. ഇങ്ങനത്തെ എന്തെങ്കിലും പരിപാടി വരുമ്പോൾ ആദ്യം ഇവള് ഇങ്ങനെയെല്ലാം അങ്ങനെയുള്ള ഇതാണല്ലേ. അപ്പൊ എന്തായാലും ഇപ്രാവശ്യം ഇവരാന്ന് വന്നിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം വേറൊരാളെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളെ ഈ പരിപാടിയിൽ വന്നതിന് നമ്മള് സ്വാഗതം ചെയ്യുമെന്ന്. അപ്പൊ എന്താണ് ചെയ്യാൻ പോകുന്നത്? മിനിമൽ മേക്കപ്പ്. മിനിമൽ ആയിട്ടുള്ള മേക്കപ്പ്. ഏത് ഞാൻ നമ്മള് ടിവിയിൽ പരിപാടി, ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞു, ടിവിയിൽ പരിപാടി അങ്ങനെ ഉണ്ടെങ്കിൽ ആക്കും നമ്മള് ക്യാമറക്ക് വേണ്ടിട്ട്. നിങ്ങളെല്ലാം ക്യാമറക്ക് വേണ്ടി നിൽക്കണ്ടോ? മാമ സുന്ദരനല്ലേ? ഇതിനാണ് ക്യാമറ മേടിച്ചിരി. എന്നെ തന്നെയാണ് നോക്കി പറയുന്നത്. അങ്ങോട്ട് നടക്ക്. അപ്പൊ നമ്മളിന്ന് ഇവിടെ എല്ലാരും ഉണ്ട് കേട്ടാ. എല്ലാരും വരുന്നുണ്ട്, വരണത്രേ. അങ്ങനെ എല്ലാം പരിപാടി നടക്കാൻ ഇങ്ങനെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. ഇനിയിപ്പോ 7 മണി വരെയാണ്. 7 മണിയാകുമ്പോൾ എല്ലാവരും എത്തുക. 7 മണിക്കാണ് കേക്ക് മുറി പരിപാടിയിലാക്കിയത്. അപ്പൊ അതിലിടക്കുള്ള ഒന്നും ഇവരുടെ മൊഞ്ചാകുന്നത് നമുക്ക് കാണാം. ഇവരെന്തെങ്കിലും വെറൈറ്റി ഉണ്ടോ? കേരളത്തിൽ ഇവര് മേക്കപ്പ് ചെയ്യുന്നതും കർണാടകത്തിൽ അവർ ചെയ്യുന്നതിനും വെറൈറ്റി ഉണ്ടോ? എല്ലാവരും അല്ലേ അങ്ങനെ പറയാറ്. വെറൈറ്റി ഉണ്ട് പറഞ്ഞാലേ നമുക്ക് അല്ലേ. ശരി, വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇത് ഒരു കർണാടക മേക്ക് ഓവർ കാണാം അല്ലേ? കേരളത്തിലാണ് ചെയ്തിന്. അപ്പൊ ഇന്ന് ഒരു കർണാടക മേക്ക് ഓവർ കാണാം. ഞാൻ ഈ ലൈറ്റിന്റെ നോക്കട്ടെ, വല്ലാണ്ട് ഇങ്ങനെ അടിക്കുന്നുണ്ട് ഒരു ലൈറ്റിയുടെ. കുഴപ്പമില്ല നോട്ടെ. അവരെ മേക്കപ്പിന്റെ ഐറ്റംസ് കംപ്ലീറ്റ്. ഇത് എത്ര ബ്രഷ് ഉണ്ട് എണ്ണിയാ തീരില്ല. അവിടെ എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. എത്ര ബ്രഷാണ് ഇത്? എത്ര ബ്രഷാണ്? കുറെ ബ്രഷ് പരിപാടികള്. നിങ്ങൾ എങ്ങനെ എല്ലായിടത്തും പോക്കണ്ട? അങ്ങനെ വരും. അപ്പൊ നമുക്ക് എന്നാണ് പരിപാടി പറയും? നമുക്ക് നല്ല നൗഷി എന്നാ പിന്നെ നൗഷിന്റെ ഹസ്ബൻഡും അതുപോലെ തന്നെ മക്കളും കൂടി ഉണ്ട് കേട്ടോ, അപ്പുറത്തുണ്ട്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഉണ്ട് അപ്പുറത്ത്. ഇന്നലത്തെ ചിലപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വരുന്ന കാര്യം ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അപ്പുറം പോയി കാണിക്കട്ടെ. നിങ്ങൾ എന്തോ ഫസ്റ്റ് എന്തോ ചെയ്യാനല്ലേ? എന്താണ് ചെയ്യും? അപ്പൊ ഞാൻ അവരെ കണ്ടിട്ടുണ്ടേ. അമ്മയുടെ ഇതിലുണ്ട്. അമ്മേ, ഞാനിങ്ങനെ ഇരിക്കലാ. അവർക്കെല്ലാം മേക്കപ്പ് ചെയ്യുന്നുണ്ട്. നമ്മള് പിന്നെ വയസ്സായില്ല. എനക്ക് ഇന്ന് വരെ ഞാൻ അങ്ങനത്തെ പണിക്കൊന്നും ചെയ്യലില്ല. വേണ്ട. അതെ എന്റെ കവിത. ഒരു ദിവസം പിടിച്ചു വെച്ചിട്ട് തേച്ചുട്ടിന്. അപ്പൊ ഇതാ ഇവിടെ കണ്ട ഈ അത്തിപ്പഴം. നമ്മ ഇത് കണ്ടിട്ട് കുറെ സമയം പറയുന്നട്ടാ, എടാ അത്തിപ്പഴം നോക്കണം. അത്തിപ്പഴം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടാ. ഇത് വൈദേഹം എന്ന് പറഞ്ഞ റിസോർട്ടാണ്. വലിയ റിസോർട്ടാണ്. ഒരുപാട് ഏരിയയും കാര്യങ്ങളിലുണ്ട്. മസാജും കുറെ റൂംസും കാര്യങ്ങളും അങ്ങനത്തെ ഉള്ള റൂംസെല്ലാം കണ്ട ഉണ്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ വന്നിരുന്നു. എന്നാലും പറഞ്ഞേനും വാവേന്റെ ബർത്ത്ഡേ ആകുമ്പോൾ ഇങ്ങോട്ട് വരണേന്ന്. എടുത്ത ദീപേച്ചിനും കാണിക്കാം. ഇന്നലത്തെ വീട്ടിൽ കാണിച്ചിരുന്നു. അപ്പൊ ദീപേച്ചി അങ്ങനെ നമ്മളിങ്ങോട്ട് വന്നേട്ടാ. മോളെന്നെ മോളെ അവര് വിളിയും ഇതുമെല്ലാം കേൾക്കുമ്പോ അതിനിടക്ക് വീട്ടിൽ വന്നിന് കാണാൻ വേണ്ടി. ആ മക്കളെ എനിക്ക് കണ്ടില്ല.
അച്ഛൻ രാത്രി വരും പോലും ശരി, നമുക്ക് ഇന്ന് വന്നാൽ കാണാം. അപ്പോൾ അമ്മയുടെ റെസ്റ്റ് എടുക്ക്. അപ്പൊ നമ്മളെല്ലാരും ഉണ്ട് കേട്ടാ, രാണീച്ചും പിള്ളേരും എല്ലാം. രാണീച്ചേ ഋഷിക്കലാടി ഉണ്ട് കേട്ടാ. ഞാനിവിടെ മേക്കപ്പ് ചെയ്യുന്നുണ്ട്, എല്ലാരും ഇങ്ങോട്ട് വാ, ഒന്ന് വീഡിയോ കാണിക്കാലാ. അപ്പോൾ മേക്കപ്പിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്ന് കാണാം. മേല സ്റ്റേജും കാര്യങ്ങളിലും നമ്മൾ ഇന്നലത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബർത്ത്ഡേൻ്റെ വീഡിയോ വരുമ്പോൾ അതിൻ്റെ അകത്തെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാവരുടെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം നമ്മൾ കാണിക്കാം. ഇതിൻ്റെ എന്താണ് സീക്രട്ട്? കർണാടകത്തിൽ മാത്രമില്ല. ആ, നിങ്ങളെന്താണോ കർണാടകം ഒന്നും സംസാരിക്കാതെ? നമുക്കത് കേൾക്കല്ലേ. ഒന്ന് കാര്യങ്ങൾ കൊണ്ടേ എന്റെ ഹസ്ബൻഡ് കേരളത്തിലാണ്. ഇവർ ഹസ്ബൻഡ് കേരളത്തില് കൊണ്ടുവന്ന് കേരളത്തിലേക്ക് ഞാൻ കവിയനി കണ്ടാ. കേരളത്തിലെ പിള്ളേരോട് കളിക്കണ്ട മനസ്സിലായില്ലേ? എന്താണ് ഇത്? ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള കളർ അടിക്കുന്നത്? ഒന്നുമില്ല, ഇത് കുറച്ച് കവർ ചെയ്യാൻ വേണ്ടിട്ട് മാർക്സ് എല്ലാം ഒന്ന് കവർ ചെയ്യും. അതൊന്ന് കവർ. എന്റെ കവിക്ക് ബ്ലാക്ക് മാർക്സോ? സമ്മതിച്ചില്ലേ? കവി സമ്മതിച്ചില്ല. നമ്മളെല്ലാരും ഇന്നൊരു ഭയങ്കര ഹാപ്പി മൂഡിലായിട്ടില്ല. നമ്മളെ ഹാപ്പി കുട്ടനടി ഉണ്ട്, ബർത്ത്ഡേ ബോയ്. ഹായ്, ചെടിയെ നോക്കുന്ന കേട്ടാ. ഹായ്, ഒരു ഹായ് പറ. ഞാൻ നാണം കിടുവാ. ഹായ് പറടാ. ഹായ് പറഞ്ഞേ. എല്ലാരും ഇന്ന് നല്ല ഹാപ്പി മൂഡിലുള്ള. നമ്മളെ 7 മണിയാട്ടാ നമ്മള് കേക്ക് കുറിക്കല് മുതലാക്കുന്ന. ടാറ്റ പറയുന്നു. ചെക്ക പെണ്ണുങ്ങളെ മയക്കുന്നുണ്ട് കേട്ടാ, ചിരിച്ചു മയക്കുന്നുണ്ട്. അല്ല ഇനിയിപ്പോ അമ്മേനെ മനസ്സിലാവൂലേ? ചേച്ചി മേക്കപ്പിന്നില്ലേ? ഞാൻ ചോദിക്കാൻ വേണ്ടി മേക്കപ്പ് ഇച്ചിരി കുറഞ്ഞ വാങ്ങിയുള്ളൂ. എന്താണ് വിശേഷം? പറയാ. എന്താണ് നീ എന്നാ സ്പെഷ്യലായിട്ട് ഒരുക്കിയിട്ടുള്ളത് പരിപാടിക്ക്? നിന്റെ ഒക്കെ ഡാൻസോ പാട്ടോ എന്തെങ്കിലും എന്തോന്നുണ്ട് രഹസ്യമായിട്ട് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഉണ്ട്, രഹസ്യമായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ടത്. ഒരു പാട്ടും ഡാൻസും ചെയ്യാനുള്ള പരിപാടി ഉണ്ട്. ഒറ്റക്ക് സംഘാന വാ. അപ്പൊ ഒരു ഡാൻസ് പക്ഷെ ഓളിപ്പോ കുറച്ച് ചെറിയൊരു തലവേദനയിലായിട്ട് അങ്ങനെ ഇതായിട്ടില്ലേ, കുഴപ്പമില്ല. എന്തൊരു ಪ್ರತ್ಯೇಕ ಸ್ನೇಹ. ಮೇಕಪ್ ಶುರು ಮಾಡಿ ಸ್ವಲ್ಪ ಹೊತ್ತಾಯ್ತು. ಮೇಕಪ್ ಶುರು ಮಾಡಿ ಸ್ವಲ್ಪ ಹೊತ್ತಾಯ್ತು. മേക്കപ്പ് മാറുന്നത് എടുത്താ കൊത്തുന്നു അല്ലേ? പിന്നെന്നാ മേക്കപ്പ് തുടങ്ങിയിട്ട് കുറച്ച് സമയം ആയി എന്നാ പറഞ്ഞേ. കൊത്തായിത്തു എന്ന് പറഞ്ഞാല് സമയായി എന്ന് പറഞ്ഞു. കൊത്തായിത്തു. മുടി എങ്ങനെയാക്കുന്ന പറ? മുടിയിലാണല്ല പ്രതീക്ഷ ഇപ്പൊ. അല്ല മേക്കപ്പിന് എല്ലാം ചെയ്ത് നമ്മൾ കാണലല്ലോ. മുടി ഞാൻ ഇതുവരെ മാറ്റിയിട്ടില്ല. മേക്കപ്പ് ചെയ്ത വന്നാലല്ല ഇതേപോലെയാണ് ഞാൻ വെക്കല്. നോക്കാം ഇപ്രാവശ്യം. പാമ്പോത്തല്, മുടി പാമ്പോത്തല്. എങ്ങനെയുണ്ട് ചേച്ചി? നീ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ, കൂട്ടിയിട്ട് എന്നെ കൂട്ടിക്കൊണ്ടിരുന്നു പറഞ്ഞു. അതുകൊണ്ട് കൂട്ടിയിട്ട് വന്നു, സേഫായിട്ട് ഇവിടെ ഇരിക്കുന്നു. ചേച്ചി ഭയങ്കര ആഗ്രഹം ഇങ്ങോട്ട് വരണമെന്ന്, അങ്ങനെ ഇങ്ങ് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് പരിപാടിയെല്ലാം കണ്ടിട്ട് പോവാം. എല്ലാവരും കളർ ഡ്രസ്സെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടാ. എല്ലാവരും കളർ കോഡ് ഇങ്ങനെയാണ്. അബീൻ്റെ ഇട ഓരോ കളറെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടാ. നിന്റെ ഷർട്ട് ഇവിടെ? എല്ലാവരും ഈ ഒരു എന്നാ നീ കളർന്ന് പറയാ? എന്നാ ഇതിന്റെ എന്ത് കളറായത്? മെറൂണിന്റെ ഒരു ഇത്. അതുകൊണ്ട് നന്നായി. വേറെ ഷർട്ട് മേടിക്കണ്ട, വേറെ ഷർട്ട് കിട്ടാണ്ടായി അതുകൊണ്ട്. അവന് ഇതാ അബി എല്ലാവരും പിന്നെ ചേച്ചി പിന്നെ ഞാൻ ഇത് അറിഞ്ഞിട്ട് ഇതുപോലെ കളർ ഇട്ടു. പക്ഷെ ഓരോ കളറാണ്. ഈ വീഡിയോയിൽ കാണുമ്പോൾ വേറെ കളറാണ്. ഇതൊരു പിങ്ക് ടൈപ്പാ, അതൊരു മെറൂണാ. ദിവേച്ചി എത്തിയിട്ടുണ്ട്. ദിവേച്ചി വേറെ കളറിലാണ് വരുമ്പം കണ്ടത്. ഇപ്പൊ കളർ മാറി. അതെ എല്ലാരും വേറെ കളർ മാറി. അമ്മ
അമ്മയും കളർ മാറി. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ചെറിയപ്പം മുതലേ ഞാൻ ഒരു ചന്ദനച്ചൊട്ട വെക്കുമ്പോഴത്തെ ഒരു സാരിയാണ് ഞാൻ ഉടുക്കുക. അതിന് കണക്കായിട്ട് എനിക്ക് പെരുന്നാള് കൊണ്ടുതരുവോ ജീപ്പോ മോളെ ഒരു ഇരിപ്പാ ഞാൻ വിചാരിക്കുന്നത്. ഞാൻ എപ്പോഴും ഇത് ഉടുത്തിട്ട് കാണുന്നുണ്ടല്ലോ, അനക്ക് പിടിക്കുന്ന സാരി. അപ്പൊ നമ്മളെ ഈ ഡ്രസ്സിന്റെ കാര്യം തന്നെ പറയാൻ പറ്റുമോ? ഈ ഡ്രസ്സ് കവി പാല് കൊടുക്കുന്നേ. അപ്പൊ ഈ ഡ്രസ്സ് മൊത്തത്തിൽ എല്ലാവരും അനൂട്ടിന്റെയും ശ്രീമായന്റെയും കൊടുത്തിരി എല്ലാരും ഈ ഡ്രസ്സ് അടിച്ചിരിക്കുന്നത് റമിയാണ് കേട്ടോ. റമി എന്ന് പറഞ്ഞാല് അനൂട്ടി തിരിയല്ലോ നമ്മളെ ഡ്രസ്സ് നമ്മൾ കാണിച്ചല്ല, അടിപൊളിയായിട്ടുള്ള ഡ്രസ്സ്. എല്ലാവരും വന്നാ പറയാനല്ലേ റമീന്റെ ഡ്രസ്സിന്റെ ഒരു രക്ഷയില്ല, അടിപൊളി, നല്ല ഇഷ്ടപ്പെട്ടു. ഒന്നും പറയാനില്ല, നമുക്കറിയാം ഞാൻ ഇങ്ങനെയല്ല പ്രദേശം, പക്ഷെ ഇതിൻകാട്ടി രസത്തിലായിട്ടുണ്ട്. അപ്പോൾ കവിന്റെ എല്ലായിടത്തും റമിയാണ് അടിച്ചിട്ടുള്ളത്. റമി എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ഡ്രസ്സുകളും അനൂട്ടി പറഞ്ഞു കൊടുക്കപ്പാ. ഈ ലേഡീസിന്റെ ഡ്രസ്സ് അടിക്കുന്നത് ഞാൻ പറയണം, എല്ലാ മോഡലിലും എല്ലാ വർക്ക് വരുന്നത് എങ്ങനെ പറഞ്ഞാലും എങ്ങനെ അടിച്ചു തരും. ഞാൻ വെച്ചാൽ എങ്ങനെ കുറച്ചും കൂടി വൃത്തിയിൽ ഒരു ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് അങ്ങനെ ആയി തരാം. ഓറഞ്ച് എടുത്ത് ആക്കി തന്നതായത്. ഞാൻ ഫുൾ കൈ നല്ല, ഞാൻ ഇത്ര ഓറഞ്ച് ഫുൾ കൈ ആക്കിയാലേ രസം ഉണ്ടാവും. ആക്കി അടിപൊളി. അപ്പൊ റമീന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഡ്രസ്സുകൾ അടിക്കാനോ ഇതുപോലെ മോഡലാക്കാനോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക. അതെ അതെ, നമ്പർ കാര്യങ്ങളിലും കമന്റ് കൊടുക്കാം. റമി ദി സ്റ്റൈൽ മേക്കർ, റമി ദി സ്റ്റൈൽ മേക്കർ എന്നാണ് ഒരു ഇൻസ്റ്റാഗ്രാം ഐ ഡി. നിങ്ങൾ ഇതിന്റെ ഐ ഡി എന്തെങ്കിലും ഇവരെ എല്ലാം ഞാൻ ഇത് കൊടുക്കട്ടെ. ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യണം. അപ്പോൾ റമീന്റെ ഡ്രസ്സ് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുണ്ടല്ലേ, നല്ല തരത്തിലുള്ള ഡ്രസ്സിൽ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് അവർ ഏടെ വേണ്ടിക്ക് അടിച്ച് കൊണ്ടുതരും കേട്ടോ. കളറുള്ള ഡ്രസ്സെല്ലാം അവരെന്നെ മേടിച്ച് അവരെന്നെ അടിച്ചു തരും. നമ്മൾ റിസോർട്ടിൻ്റെ ഭാഗത്തെല്ലാം ഒന്ന് പോയി. ഇതാരാ അങ്ങനെ വന്നിട്ടോ. വൈകുന്നേരം ആവുമ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. എൻ്റെ ഷർട്ട് അളവ് ശരിയായിട്ടാണ് നോട്ടെ. ഹലോ ബായ്, റെഡെല്ലാം ഇട്ടിട്ട് കേട്ടാ. ഫൈനൽ റിസൾട്ട് ഇങ്ങനെയുള്ള കേട്ടോ. നൈസ്. ലിഫ്റ്റിക്കെല്ലാം നല്ല രസമുണ്ട്. പക്ഷെ ഇത് ആദ്യമായിട്ടല്ലേ ഞാനിങ്ങനെ ഇത് എങ്ങനെ ഇട്ടിട്ടാ? അതെ, ഓ അതെ, ഞാൻ വെച്ചാൽ അത് കട്ടൻ്റെ അങ്ങനെയല്ല, ഹെയർ സ്റ്റൈല്. ഓ അതെ, ഞാൻ കരുതിയത് അധികം പാമ്പ് കത്തലല്ലേ ആക്കല്ലേ. ആ അങ്ങനെ, അത് ശരിയാട്ടോ. പക്ഷെ അത് വലിയ മാറ്റമില്ല, കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി തല ഇവിടെ വണ്ണുണ്ടെങ്കിൽ അത് പണ്ടേ ഉള്ളൊരു മാമൂല. പക്ഷെ അത് ബാഗ് കെട്ടിയിട്ടുണ്ട്. ഇവനതിന്റെ ലൈറ്റിന്റെ ആള്, ലൈറ്റ് ഉണ്ട്. ശ്രീമായി മുഞ്ചി കാണിച്ച എന്താ എൻ്റെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടോന്നേ. എൻ്റെ ചീമായ പൊളിച്ചിട്ടാ എല്ലാരെയും തോപ്പിച്ചുകൊണ്ട് ചീമായ മുന്നേറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് പറഞ്ഞ ഇട്ട് കൊടുത്തേ കേട്ടാ. ലിഫ്റ്റിക്ക് എന്താ ഇന്ന് ഫുഡൊന്നും കഴിക്കെങ്കിൽ കേട്ടാ. ലിഫ്റ്റ് കിട്ടിയല്ലേ, അടിപൊളി. താങ്ക്സ്. ഓഫ് നൈസ്. നമ്മളെ അയൽവക്കുന്നുള്ള എത്തിക്കേണ്ട ചങ്ങായിമാരിലെത്തി. കുറേ പേര് എത്തിയല്ലോ, അവിടെ എല്ലാം ഉണ്ട്. ഹായ് 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 ഹായ്. എൻ്റെ അമ്മയെല്ലാം അപ്പുറത്തുണ്ട്. എത്തിക്കൽ ഇപ്പോൾ സമാധാനമായി, എല്ലാവരും എത്തിയുണ്ട്. ഇവിടെ എത്തിക്കാൻ ജിമ്മ എത്തിയിട്ടുണ്ട്. ജിമ്മേ ഹായ്. 2 ദിവസം മുന്നേ ബർത്ത്ഡേക്ക് നമ്മൾ വന്നിനു. എടാ വീഡിയോ ഉണ്ട് ഞാനിട്ടേ. അവൻ്റെ ബർത്ത്ഡേക്ക് പോയി ഇട്ടിനെ കിട്ടാം. ഇങ്ങനെ ഒരാൾ വന്നോണ്ട് ജിമ്മേ ഇരിക്ക്. ഓക്കെ, കുട്ടീനെ വീട്ടിൽ റൂമുണ്ട് കേട്ടാ, എവിടെയും വേണമെങ്കിൽ ഇരിക്കാണ്ടിരിക്കാം. മോനേട്ടാ അളിയ അങ്ങോട്ട് വരാം. ഹായ് പോയി. ഹായ് ഹായ് ഹായ്. ആ കുടിക്കാം, നീ എന്നെ കുടിപ്പിക്കുമല്ലേ. നമ്മളെ അളിയെ തിരിഞ്ഞേട്ടാ, അളിയെ കാത്തിക്കലേനു. അപ്പോ മൂത്തളിയ എല്ലാരും അപ്പുറത്തുണ്ട്. എല്ലാരും അടി ഉണ്ട്.
നിതീഷ് എത്തിയില്ല. ഒരാൾ ഇങ്ങനെ ബെസ്റ്റാണ്. ഇത് അവൻ 5 മണിക്ക് 4 മണിക്ക് എത്താൻ പറഞ്ഞാണ്. വീട്ടിലേക്ക് വരാൻ പറഞ്ഞാണ്. വരുന്നുണ്ട് ലാസ്റ്റ്. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടോ ഇല്ലേ എത്തൂലേ? മലയുടെ വിടൂല. അപ്പറന്ന് കണ്ണ് ചുവക്കാണ്. അമ്പടാ സെൽഫി എല്ലാം തുടങ്ങിയിട്ടുണ്ടേ. ഇതെന്താ പരിപാടി? ഡാലിയ എന്താ ഇത്? അമ്മ പറഞ്ഞിന് ഫുള്ള് മോളില് കവറാക്കിട്ട് കുട്ടീനെ പേരക്കുട്ടീനെ ഇല്ല ഫുള്ള് കവറ്. ഹായ് അനു. ഹായ് ഹായ്. വിളിച്ചിരുന്ന് കുടിക്കലല്ലടാ. കയ്യോടെ പോക്കിയിട്ടുണ്ട്. ഹായ്. അപ്പോൾ മാറ്റി എന്നെ സെറ്റായി. ഹീലുള്ള ചെരുപ്പാണ്. ഇത് ഇട്ടിട്ട് നടക്കുമ്പോൾ കാല് ഞാൻ എടുക്കും. ഇതിങ്ങനെ പൊന്തിയിട്ട് കാല് അതുകൊണ്ട് ഇട്ടിട്ട് തുടങ്ങുന്നില്ല. അതുകൊണ്ട് നമ്മളങ്ങനെ പോക്കാതെ മാമയെല്ലാം റൂമിലുണ്ട്. അവരിലവിടെ കൂട്ടാൻ വേണ്ടിയിരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആരാ വന്നേ? സജീഷ് ബ്ലോഗ് ഫോർ യു. നല്ല സ്ഥലം. ഒരു ഹായ്. എന്റെ ഡാൻസിലുണ്ട് പറയുന്നേ ഉണ്ടല്ലേ? വിളിക്കും നമ്മള്. ചേട്ടാ നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട്. അവനോട് 6 മണിക്ക് വരാൻ പറഞ്ഞു. എനക്കറിയാം 6 മണിക്ക് പറഞ്ഞ 8 മണിക്ക് എത്തുന്നു. അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് എല്ലാം ഇതെങ്ങനെ അറിഞ്ഞിട്ട് ട്രെയിൻ കയറായിട്ട് എന്തോ വന്നിട്ടാ അതെന്താ സംഭവിക്കുന്നത്? നമസ്കാരം നമസ്കാരം. വേണോ? വേഗല്ലേ കൊടുത്ത അവർക്ക് കൊടുത്ത വെച്ചോ. എടുക്കട്ടെ. ഹായ്. മോളാണോ? എനിക്ക് ഈ മൊബൈല് പറഞ്ഞിട്ട് മുഖം കാണണ്ടേ? ഇപ്പൊ കണ്ടു. അതേ പറഞ്ഞു റെഡ് എന്ന് പറഞ്ഞല്ലേ? ഹായ് ഹായ് ഹായ്. എന്ത് സംഭവം? ഇപ്പൊ നിങ്ങളുടെ ടീമായി സത്യം സത്യം. ഇതിപ്പോ ഇങ്ങനെ കാണുമെന്ന് തോന്നുന്നുണ്ട്. എല്ലാരും ഒരുപോലെ ഇല്ല. അതാണ് ഒരു സംഭവം. ഇത് വളരെ ഞാൻ ഇന്ന് അടിപൊളി റെഡിൽ മാത്രം വരണം വെച്ചിട്ട് വന്നു. കുപ്പ മാറ്റിട്ടോ? ആ കുപ്പ മാറ്റി. മോള് ചെറുത് നമുക്ക് എല്ലാവരും ചെറുതാണ്. ഇത് ഇവരെല്ലാം കൂടി നിർബന്ധിച്ചിട്ടാണ് ആ കളർക്കോട്ടിൽ ആക്കിയതാണ്. ഇവരല്ല 5 മണിക്ക് എത്താൻ പറഞ്ഞു. കേക്ക് വന്നു. കേക്ക് കുടിക്കേണ്ട ആള് ഉറങ്ങിട്ടാവുള്ളേ. നമ്മളെ കേക്ക് കൊണ്ട് ഷമീൽ തിന്നുന്നു. സുഹൃത്ത് ഷമീൽ എത്തിയിട്ടുണ്ട്. എന്റെ ഒരു
ഓ ആയിക്കോട്ടെ നമ്മള് എല്ലാവരും റെഡി ആയിരുന്നില്ല. നിന്റെ ഒരു എത്തല്ലോ, അതാണ് വിളിച്ചത്. നമ്മളെന്നാല് ആഗ്രഹം തോന്നി. അടിപൊളി. അത് ഞാനല്ലാതെ ഫുൾ നോക്കില്ലേ ഓളാണ് ആക്കിയത്. എനക്കെന്തോ ഒരു കമ്പനി പോലെ ഉണ്ട്, പക്ഷെ നമ്മള് പിടിച്ചിടിക്കൂലേ. കളർ കോമ്പിനേഷൻ സൂപ്പർ ആയിട്ട് നമുക്ക് ഇന്ന് നേച്ചാക്കി വരാൻ മാച്ച് ആക്കിയിട്ടില്ല, മാച്ച് ആയിപ്പോയി. അങ്ങനെ നമ്മള് കേക്ക് കൂറിന്റെ പരിപാടിയിലേക്ക് പോകാൻ വേണ്ടി പോവാന്ന്. അതെ കേക്കിന്റെ ആള് ശരി, നമുക്ക് കേക്ക് സെറ്റാക്കാം. കണ്ടാ പിന്നെ കാണുന്നു എന്നിട്ട് മണ്ടടിച്ചിക്കലാ അടുത്ത 2-3 ചങ്ങന്മാർ കൂടി എത്താൻ അവരിൽ ലേറ്റ് ആവും എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മള് അവര് പറഞ്ഞു കുറച്ചോ അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മള് എടുത്ത ഫുൾ കംപ്ലീറ്റ് പരിപാടി നിയന്ത്രിക്കാൻ ബ്രോ ആണ്. പറയുന്ന പോലെ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. ഷെമി ബ്രോ കേക്കിൻ്റെ നമ്മളിപ്പോൾ അടുത്ത് നമ്മളെ വെഡിങ് അനുസരിച്ച് നമ്മളെ എല്ലാ പരിപാടിയും നടത്തുന്ന നമ്മളെ സൂപ്പറായ ഷെമി ബ്രോ ആണ്. കേക്ക് അപ്പം ചക്കരക്കല്ല് നമ്മുടെ ജില്ലയിൽ എത്ര ഫ്രീ ഹോം ഡെലിവറിയും കാര്യങ്ങളിലുള്ള എല്ലാ സെറ്റപ്പുള്ള പരിപാടിയാണ് കേക്ക് അപ്പം. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കഷൻ കൊടുക്കാം. എന്തായാലും കേക്ക് സംബന്ധിച്ച് കണ്ണൂർ ജില്ലയിൽ എല്ലാവരും ഞങ്ങൾക്ക് ഷോപ്പുണ്ടല്ലോ മട്ടന്നൊരു 7 ബ്രാഞ്ചുണ്ട്. അപ്പോൾ ഷെമി ഇതേതാ കേക്ക്? ടെൻഡർ കോക്കനട്ട് നമുക്ക് ടെൻഡർ കോക്കനട്ട് കേക്കാണെന്ന് പറഞ്ഞത്. ഒരു പിന്നെ ഇതായിട്ടും കുട്ടീൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ളൊരു കേക്ക് പ്ലെയിൻ ആയിട്ടുള്ളൊരു ഇത് പറയും. അങ്ങനെ 2 ടൈപ്പ് കാറിന്റെ ഓക്കെ ഋഷിക്ക് ഇത് മേലെ ദീപു നമ്മളെ ഇതിൻ്റെ ഫുള്ളായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ വെൻഡോറ നമ്മളെ വടകരക്കുള്ള വെൻഡോറ കൂട്ടിക്കുന്നതാണ്. എല്ലാവരും ഇന്നത്തെ വീട്ടിൽ പറഞ്ഞ് നല്ല ഭംഗിയായിരുന്നു. അടിപൊളി ചെയ്ത് നമ്മളെ വീട്ടിൽ പലരുടെ സമയത്ത് ചെയ്യുന്നത് വെൻഡോറ തന്നെയാണ്, വടകരയാണ്. നമ്പറും കാര്യങ്ങളും അപ്പോൾ ഒരിക്കലും ഇതിനെ സംബന്ധിച്ച് കാർത്തിയും